കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഉന്നാലെ I'll make you listen to another dialogue. ഞാൻ എന്നിട്ട് എൻ്റെ കഥ പറയാം. உனக்கு எல்லாமே விளையாட்டு தானே? எதுக்கு சீரியஸா எடுத்துக்கணும்? லவ் பண்ணா அதுக்காக சீரியஸா இருக்கணுமா? யார் சொன்னது அப்படி? என்னால அப்படி மாற முடியாதுப்பா. கோவப்படுறதை விட்டுட்டு நான் எதுக்கு அப்படி செஞ்சேன்னு கேளு. ഇൻ ദി മൂവി ദി ബോത്ത് ആർ ഇൻ ലവ്. അതിനുശേഷം അവൻ അവളോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അവൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. സോ അവനങ്ങനെ 5 മിനിറ്റ് കൂട്ടും, 10 മിനിറ്റ് കൂട്ടും, അങ്ങനെ അരമണിക്കൂർ കൂട്ടി വെയിറ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്കൻഡിലും അവളുടെ ഫേസ് ചേഞ്ച് ചെയ്യുന്നത്, അവൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം അവൻ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വൈ ഹി ഡിഡ് ഇറ്റ്. ഈവൻ ഐ വാസ് ക്യൂരിയസ് ടു നോ വൈ ഹി ഡിഡ് ഇറ്റ്. தேவல எனக்காக நீ காத்துக்கிட்டு இருந்தது எவ்வளவு பெரிய கிஃப்ட் தெரியுமா? அத கொஞ்சம் கொஞ்சமா ரசிச்சிட்டு இருந்தேன். இது என்னடா பெரிய விஷயம்? உனக்காக லைஃப் ஃபுல்லா வெயிட் பண்ண போறேன். എനിക്ക് വേണ്ടി ഓരോ നിമിഷവും നീ കാത്തിരുന്നത് അതൊരു വലിയ ഗിഫ്റ്റാണ്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പ്രണയത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനത്തെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളൊക്കെ കാണിക്കും, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ ഉണ്ടാക്കും. ഇറ്റ് ഈസ് ജസ്റ്റ് ടു സീ ഹൗ ദാറ്റ് പേഴ്സൺ റിയാക്ട്സ്. ചിലർ ദേഷ്യപ്പെടുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ദേഷ്യപ്പെടുമ്പോഴും വഴക്കൊന്നും നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ചില ദേഷ്യങ്ങൾ, ചില പിണക്കങ്ങൾ, അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. കുറച്ചൊരു അസൂയ പിടിപ്പിക്കൽ, കുറച്ച് ചെറിയ വഴക്കുണ്ടാക്കൽ, ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലേ? Club FM Love Bites. Please send in your messages. The number is 567678. Format Club C space നിന്നൊരു മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ஏன் இப்படி என்ன கொஞ்சம் கொஞ்சமா சாகடிக்கிறேன்? நான் உன்னை சாகடிக்கிறேனா? பார்த்தல உன் மனசுல என்ன பத்தி எப்படி எல்லாம் நினைச்சிட்டு இருக்கேன்னு. அப்படி நீ என்ன நினைக்க வைக்கிற? எனக்காக யாரும் சாக வேண்டாம். அப்படி நாம லவ் பண்ணணும்னு அவசியமே இல்ல. Club FM ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു ആൻഡ് വി ആർ ലിസ്ണിംഗ് ടു ഉന്നാലെ. നല്ലൊരു രസമുള്ള സീനുണ്ട് കേട്ടോ. അവനവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വേറൊരു പെണ്ണിനെ ഗേൾ ഫ്രണ്ടാന്ന് പറയുക. അപ്പം എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി കൂട്ടി എരിവ് മസാലയൊക്കെ ഇട്ട് പറയുന്ന ഇവള് കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇമാജിൻ, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആള് മറ്റൊരാൾ ഗേൾ ഫ്രണ്ടാണ്, 3-4 വർഷമായിട്ട് പ്രണയിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ശരിക്കും തോന്നരുത്. യുനോ വൈ? നമുക്ക് ഇയാളെ ശരിക്കും അറിയാമെങ്കിൽ അങ്ങനെ തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എവിടെയോ എന്തോ കുറവുണ്ട്. என்னதான் செய்ய சொல்ற? நீ மாறவே மாட்ட கார்த்திக். எனக்கு சொல்லி சொல்லி சலிச்சு போச்சு. என்ன விட்டு உன் இஷ்டப்படி எவ கூட போணுமோ போ. என்ன புரிஞ்சுக்கவே மாட்டியா? எப்பவும் ஏன் என்ன இப்படி தப்பா யோசிக்கிற? நான் யோசிக்கிறதோட நிறுத்திக்கிறேன். ஆனா நீ செய்யறது எல்லாமே തപ്പത് பண்ண വേല തന്നെ. ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് കയറി വഴക്കുണ്ടാക്കില്ല. പിന്നെ വേറൊന്നാണ് മനസ്സിലാക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു റിലേഷൻഷിപ്പിന്റെ തമാശയൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ പോകുന്നവരോട് നമുക്ക് എന്നാ ഇഷ്ടമാണ് തോന്നുന്നത്, എന്നാ തന്നെ തോന്നുന്നത്. ബിക്കോസ് നമുക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് വി നീഡ് കംഫർട്ട്, വി നീഡ് ഹാപ്പിനെസ്, വി നീഡ് പീസ്, വി നീഡ് എവറിത്തിങ്. ദിസ് ഇസ് നോട്ട് വാട്ട് വി നീഡ്. ഓൾവേസ് ഫൈറ്റ്സ് ആൻഡ് ഓൾവേസ് I don't know. Club FM ലവ് ബൈറ്റ്സിൽ എനിക്കറിയത്തില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ കൂടുതൽ പറയാനുള്ള തോന്നലാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീനു. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM ലവ് ബൈറ്റ്സ് കൂടെ റീനു. எல்லாத்தையும் மறந்துட்டு நிம்மதியா இருந்தேன். நீ வந்ததுல இருந்துதான் இந்த பிரச்சனை எல்லாம். ഇത് ഉന്നാലയിലൊരു ഡയലോഗാണ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സദയുടെ ജാൻസിയുടെ സൈഡായിരുന്നു. ഞാൻ ആലോചിച്ചു ആൺകുട്ടികളൊന്നും ശരിയല്ലല്ലോ എന്ന്. ഇനി അങ്ങോട്ട് ഈ മൂവി കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ? നമ്മളെ വെറുതെ പലപ്പോഴും ആൺകുട്ടികളെ കുറ്റം പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ അവരുടെ സൈഡ് ചിന്തിക്കുന്നില്ല. ഇതിൽ തന്നെ ഇവള്, എനിക്ക് തോന്നുന്നത് അവള് ജനിച്ചത് തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വഴക്ക് അവൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ. சின்ன விஷயத்து கூட பெருசாக்கி சண்டை போறது யாரு? நீயா நானா? உனக்கு என்னதான் பிரச்சனை? உலகத்துல நீ ஒருத்தி தான் அதிசயம் நினைக்கிறியா? இல்ல உன்னை விட்டு வேற பொண்ணே இல்ல நினைக்கிறியா? எந்த பொண்ணு பசங்க தன்னை பார்க்க கூடாதுன்னு நினைக்கிறதுல തന്നെ மட்டுமே பார்க்கணும் தான் ஆசைப்படுறாங்க. ആക്ച്വലി ഈ ഒരു മെന്റാലിറ്റി നമുക്ക് പലർക്കും ഇല്ലേ? അതായത് ഈ ലോകത്തിലെ ഞാൻ മാത്രമാണോ സ്പെഷ്യലായിട്ടുള്ള ആള്? എനിക്ക് മാത്രമേ ഇഷ്ടങ്ങളുള്ളൂ, എൻ്റെ ഇഷ്ടങ്ങൾ എപ്പോഴും നടക്കണം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും നടത്താൻ പറ്റുന്നത്? നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ, അയാൾക്ക് വലിയ ഇഷ്ടങ്ങൾ, അയാൾക്ക് വലിയ ജീവിതം, അയാൾക്ക് വലിയ അയാളുടേതാകുന്ന ചിന്തകൾ. നമ്മൾ മുഴുവൻ നേരം നമ്മൾ വലിയ ആളാണ്, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മുടെ ഇഷ്ടം മാത്രം നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെ സക്സസ് ആവാനായിട്ടാ? ആവാൻ പറ്റത്തില്ല. ഒരു റിലേഷൻഷിപ്പിലായ എല്ലാവർക്കും ഇത് മനസ്സിലാവും. എപ്പോഴും ഒരാൾ മാത്രം ഞാനാണ് വലുത്, ഞാനാണ് അതിശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. കുറേ നാളത്തേക്കൊക്കെ ശരി, മറ്റേ ആൾ പ്രണയം കൊണ്ട് ക്ഷമിക്കും, പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൊന്നുമില്ല, ഇട്ടിട്ടങ്ങ് പോവും.
Club FM Love Bites. Like you can send in your messages. The number is 567678. Format Club C space നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഉന്നാലെ ഉന്നാലെ മൂവിയുടെ ഇടയിൽ അവിടെ ഒരു പ്രണയം നടക്കുന്നുണ്ട്. പക്ഷെ ആ പ്രണയത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടി കടന്നു വരിക. അപ്പോ പിരിഞ്ചതാണാ? അതിന് കാരണമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡായിരുന്നു. ഇവൻ എന്നാ ചെയ്ത ആള്, എന്തുകൊണ്ട് അവൾക്ക് ഇത്രയും വിഷമം വന്നേക്കാം. പക്ഷെ പിന്നെ ഇത് മൂവി അത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് തെറ്റവൻ്റെ അല്ല. അവൻ അതെല്ലാം അവളുടെ പുറകെ നടന്ന് ക്ഷമ ചോദിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ ഷീ ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത്ര വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടും ഇല്ല കേട്ടോ. സോ ഈ പുതിയ ആള്, അവിടെയാണ് ട്വിസ്റ്റ്. ഉൻ കനവുல கூட அவ வரமாட்டானா? அவனை பத்தி என்கிட்ட எதுவும் பேசாத. அப்போ கார்த்திக் உன்னை ஏமாத்திட்டான். இனிமே உன் லைஃப்ல அவனுக்கு இடமே இல்ல. Am I right? Are you sure? நான் எல்லாத்தையும் மறந்துட்டு இப்பதான் நிம்மதியா இருக்கேன். இனிமே என் லைஃப்ல கார்த்திக்கும் லவ்வுக்கும் இடமே இல்ல. No problem. நான் கார்த்திகை லவ் பண்ண போறேன். ദാറ്റ് ഈസ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ്. അവൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അവനില്ല, അവനോട് എനിക്ക് ഒരു പ്രണയമില്ല, ഇനി അവനെ വേണ്ട. അപ്പോൾ ഇവൾ വളരെ പറഞ്ഞെടുത്ത് ചോദിച്ചു, ഒന്നുമില്ല എന്ന് ഉറപ്പല്ലേ? നോ നോ ദർ ഈസ് നത്തിങ്. എന്നപ്പോൾ എനിക്ക് പ്രണയിക്കാമല്ലോ എന്ന്. ഇങ്ങനെയൊക്കെയാണ് നമ്മളും പലരും പ്രണയത്തിനെ കയ്യിൽ നിന്ന് തട്ടിക്കളയുന്നത്. നമ്മുടെ കൂടെയുള്ള ആ പ്രണയത്തിനെ നമ്മുടെ തന്നെ തെറ്റുകൾ കൊണ്ട് നമ്മളിൽ നിന്നും അകറ്റിക്കളയും. ബാക്കി അറിയണ്ടേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.